അടുത്തതായി കേരള സമാജം ചന്ദ്രപൂർ ഒരുക്കുന്ന അതിഗംഭീരമായ നാടകം ആഘോഷം അലങ്കോലം. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേരള സമാജത്തിൻ്റെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ തലേദിവസ കാഴ്ചകൾ. ഹലോ മോനെ, എല്ലാം ശരിയാ, എല്ലാം സെറ്റായോ നിന്റെ? നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്കൊന്ന് തകർക്കണം കേട്ടോ, എല്ലാം പ്രോഗ്രാം എല്ലാം. നാളെയല്ല അങ്ങളെ, എല്ലാം സെറ്റാക്കാം. സൂരജ് എന്ന യൂത്ത് വിംഗ് പ്രസിഡന്റ് മുന്നിൽ നിന്ന് എല്ലാം സെറ്റാക്കി വന്നിരിക്കും. ഉഷാറാവണം, നാളെയല്ലേ പരിപാടി, നമുക്ക് തകർക്കണ്ടേ? ഒന്ന് പോടാവേ. എടാ മക്കളെ, പരിപാടി കഴിഞ്ഞിട്ട് ഫുള്ള് മേടിച്ചു തരാടാ, ഒന്ന് വാടാ. ഇതൊക്കെ മുന്നേ പറയണ്ടേ, നമ്മള് റെഡി. അപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യും? പാട്ട് എന്തായാലും ഞാൻ പാടും. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി കിച്ചി. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ സുഭാഷ് സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം. ഇന്ദ്രരത്തം ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. ഇങ്ങോട്ട് വാ. നിനക്ക് ഡാൻസ് അറിയോ? ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. മതി മതി, ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട്, നമുക്ക് ഇനി ഡാൻസ് സെറ്റ് ആക്കാം. എന്താ അവിടെ? എന്റെ കാലിൽ ചവിട്ടി. അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. ദൈവമേ, ഇതെന്താവും എന്തോ. നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇങ്ങനെയാണല്ലോടാ മോനെ. ഡാ എന്റെ കയ്യിൽ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്, അതിലെല്ലാരും വീഴും. അപ്പൊ ശരി, എല്ലാം നാളെ സെറ്റാക്കും. ബൈ. എടാ എവിടെടാ എല്ലാരും? പെട്ടെന്ന് ആവട്ടെ. എന്തോ നോക്കിക്കണേ, എന്റെ സൗണ്ട് കെട്ടിയാ പട്ടി എടുത്തോണ്ട് വേണാണ്ട്. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് നിങ്ങൾ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്ക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കാക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. നമസ്കാരം. കേരള സമാജത്തിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോട് ചോദിച്ചിട്ടായി തുണി വെക്കുന്നത്? വൃത്തിയോട് കാണിച്ചാണ്ടല്ലോ.
വൃത്തിയോട് കാണിക്കാൻ ആരുടെ ഉടുമുണ്ടെന്ന് ഇവിടെ പൊക്കിയിട്ടില്ല. കട്ടനല്ലേ പൊക്കിയിട്ടുള്ളൂ. താൻ കേടി കമ്പനി കേട്ടോ? ബീഡി കമ്പനിയിൽ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല. നിന്നോട് പറഞ്ഞല്ലോ മുതലാളിമാര് വരാണ്ട് ഇവിടെ പരിപാടി തുടങ്ങാൻ പാടില്ലെന്ന്. ആ സമയം 4:30 ആയിട്ടില്ല. 4:30 കഴിഞ്ഞു, 5:30 കഴിഞ്ഞു. തനിക്ക് 4:30 5:30 കാര്യമില്ല. മുതലാളിമാർക്ക് 4:30 ആവണം. അപ്പൊ അവരുടെ എത്തും. അപ്പോഴേ ഇവിടെ 4:30 ആവൂ. അപ്പോഴേ ഇവിടെ ഗാനമേളം നടക്കൂ. ഈ എന്ത് സ്പോൺസർമാർക്ക് യാതൊരു വിലയില്ലേ? സ്പോൺസർ ദേ നോക്ക്, മുതലാളി വന്നേ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യമായി ഡാൻസ് അവതരിപ്പിക്കാൻ വരുന്നു അഞ്ജന ആൻഡ് ടീം. ഒരു രക്ഷയില്ല, അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു അത്. അടുത്തതായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. യൂത്ത് വിംഗ് മെമ്പേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി നാടകം. ഈ കഥ ശാലീന സുന്ദരമായ ഗ്രാമത്തിലെ പ്രണയ ജോഡികളുടെ കഥയാണ്. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ദ്രോഹി, നീ നമ്മുടെ തറവാടിന്റെ മാനം കളഞ്ഞു മുടിച്ചു. ഇനി നീ തന്നെ അവളെ കെട്ടണം. ഞാൻ കെട്ടില്ല. നീ കെട്ടും. അയ്യേ, ഞാനൊന്നും കെട്ടാൻ പോണില്ല. എടാ കെട്ടെന്ന് പറയടാ, എന്നാലേ നമ്മുടെ നാടകം മുന്നോട്ട് പോകൂ. ഏത് നാടകം പൊളിഞ്ഞാലും ഞാൻ കെട്ടാൻ പോണില്ല ഇതിനെ. നീ കെട്ടിയേ പറ്റൂ. ഞാൻ കെട്ടൂലെന്ന് പറഞ്ഞില്ലേ? നീ കെട്ടും. ഞാൻ കെട്ടൂല. നീ കെട്ടും. ഞാൻ കെട്ടൂലെന്ന് പറഞ്ഞില്ലേ? കെട്ടും കെട്ടും കെട്ടൂല കെട്ടൂല കെട്ടൂലെന്ന്. എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാക്കുഴിയിലോ കാണും. തോമസ് കുട്ടി വിട്ടോടാ.